ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചൂര മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് ചൂര കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നു. ചൂര കഷ്ണങ്ങൾ നന്നായി 3-4 വെള്ളം കഴുകുക. നന്നായി കഴുകിയ ശേഷം ഒരു കറിച്ചട്ടിയിലേക്ക് നമ്മളിവിടെ മാറ്റിയിരിക്കുകയാണ്. അതിലിടുന്നതിനായി കുറച്ച് പുളിച്ചിക്ക എടുത്തു വച്ചിരിക്കുന്നു. പുളിച്ചിക്ക നന്നായി കഴുകിയ ശേഷം അതിനെ 4ആയി കീറിയോ നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് അതിലേക്കിടാം. പിന്നെ കുറച്ച് പച്ചമുളക് കൂടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കട്ട് ചെയ്ത് അതിലേക്കിടാം. ഈ മീൻ കറിക്ക് ആവശ്യമായ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, കുറച്ച് ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരൽപ്പം ഇഞ്ചി ഇവയൊക്കെ എടുത്ത് ഒരു മിക്സിയിലോ അല്ലെങ്കിൽ നമുക്ക് അരകല്ലിലോ എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായുള്ള പൊടികൾ ഓരോന്നായി ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടെ ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ഓരോന്നായി ഇതിലേക്ക് ചേർക്കുക. ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലപോലെ അരയ്ക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിക്കുക. കുറച്ച് പുളി കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. പുളി വാളംപുളിയോ പിണംപുളിയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുളി അതിലേക്ക് ചേർക്കാവുന്നതാണ്. വാളംപുളിയായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. അതിനുശേഷം ഒരു പാത്രം വെച്ച് അടച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. നന്നായി തിളച്ച ശേഷം ഇതിനെ വാങ്ങി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സ്വാദിഷ്ടമായ മീൻ കറി റെഡിയാകുന്നതായിരിക്കും. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങയോ തക്കാളിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മീൻ കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി കൂടെയാണിത്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായി, അതായത് നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.